ഫ്ലൈറ്റിലെ വിശേഷങ്ങൾ പങ്കുവെക്കാം. ബിസിനസ് ക്ലാസ്സിൽ എങ്ങനെയൊക്കെ ഉണ്ടാവുക. നമ്മൾ ഡൊമസ്റ്റിക്കാണ് ജിദ്ദയിൽ നിന്ന് പിന്നെ മദീനത്തേക്ക്. അപ്പോൾ ഓരോ ഫ്ലൈറ്റിനനുസരിച്ച് ഡൊമസ്റ്റിക്കിനെക്കാട്ടി സൗകര്യങ്ങൾ കൂടുതൽ ഇതിനുണ്ടാവും, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിനുണ്ടാവും. ഇൻ്റർനാഷണൽ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിനുണ്ടാവും. അതേപോലെ തന്നെ ഓരോ ഹസ്ബൽ മന്തിഖ, ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് പോലെ ആയിരിക്കില്ല ചിലപ്പം ചില UAEക്കും അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ UK അങ്ങനത്തെ രാജ്യങ്ങൾക്കൊക്കെ പോണേൽ കൂടുതൽ സൗകര്യങ്ങളുണ്ടാവാം, കുറച്ചും കൂടി സെറ്റപ്പ് ആവാം. ഓരോ യാത്രൻ്റെ സ്ഥലവും ദൈർഘ്യമൊക്കെ അനുസരിച്ച് സൗകര്യങ്ങളിലൊക്കെ ചില വ്യത്യാസം ഉണ്ടാവും. ചിലതൊരു ബിസിനസ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽക്കുള്ളിൽ പൊതുവെ ബിസിനസ്സുള്ളൂ, ഫസ്റ്റ് ക്ലാസ് ഇല്ല. പിന്നെ അതുതന്നെ ബിസിനസ് പല രൂപത്തിലുണ്ട്. ചിലത് ഒരു ക്യാബിൻ സെറ്റപ്പിലുള്ളതുണ്ട്. ഇതിപ്പോൾ ഒരു സീറ്റ് കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവും. അതുപോലെ പിന്നെ പുതപ്പ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ കിട്ടും. പിന്നെ കുറച്ചും കൂടി സൗകര്യമുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടി ക്ലോത്ത് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമായി, ഞാൻ കാണിച്ചു തരാം. ക്ലോത്ത് കുറച്ചും കൂടി ഈ സീറ്റിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്, എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. പിന്നെ ഇതും ഇരിക്കണായാലും കുറച്ചും കൂടി സൗകര്യം കൂടുതലുണ്ട്. ഇതുണ്ടല്ലേ, അപ്പോൾ ഇതിലിപ്പോൾ ഹെഡ്സെറ്റ്, ഇതൊരു ബാഗ് രൂപത്തിലാണ് മറ്റേ ഇൻ്റർനാഷണൽ യാത്രയാണെന്നുണ്ടെങ്കിൽ വരാം. പിന്നെ ഇവിടെ പ്ലഗ് ഉണ്ടാവും. പ്ലഗ് സാധാരണ ഉണ്ടാവലുണ്ട്, അവിടെ ഉണ്ട്, താഴെ നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റാണ്, എന്തായാലും വേണം ബിസിനസ് ആകുമ്പോൾ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ടിഷ്യൂ കിട്ടും. സാധാരണ ഇത് മറ്റേ ഇതുപോലെയല്ല ഉണ്ടാവുക, ഇതുപോലെ ലൈക്ക് ഓരോത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കണം. ഇത് നമുക്ക് കുറച്ചും കൂടി ഈ രൂപത്തിലാണ് തരാം, ഒരു പാത്രത്തിലാക്കിയിട്ട്. പിന്നെ ഇത് ചെറിയ ചൂടുണ്ടാവും, രസമാണ്. പിന്നെ നമുക്ക് ഒരു റിഫ്രഷ്മെൻറ്റാണ്, നമുക്ക് മുഖം കൈയൊക്കെ തുടച്ച് ഒരു റിഫ്രഷ്മെൻറ്റ്. പിന്നെ കുറച്ച് നട്ട്സ് കിട്ടും. പിന്നെ ജ്യൂസ് 2-3 ഐറ്റം ജ്യൂസുകളുണ്ടാവും. ഡേറ്റ്സ് അടിപൊളിയാണ് ഈത്തപ്പഴത്തിൻ്റെ. പിന്നെ അതുപോലെ വെള്ളം, ഗഹ്വ എനിക്കൊന്നും യാത്ര തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഗഹ്വ കൊണ്ടുവരും. അതിന് പലൊരു ഇതാണ് ഗഹ്വയും ഈത്തപ്പഴം. നമുക്ക് പിന്നെ വേണമെങ്കിൽ കഴിച്ചു തരും ഗഹ്വ. അതിൻ്റെ ഓല ഗ്ലാസ് അടിപൊളി കേട്ടോ, അല്ല ഗഹ്വ ഗ്ലാസ് അടിപൊളി, ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ അത് കൊണ്ടുവരും. പിന്നെ കോഫി കിട്ടും. ഇൻ്റർനാഷണൽ യാത്രയിലാണെങ്കിൽ പിന്നെ ഡൊമസ്റ്റിക് ബിസിനസ് അല്ലെങ്കിലും എക്കോണമി ആണെങ്കിലും സൗദിൻ്റെ ഇതിൽ ഫുഡ് അടിപൊളിയാണ്. പിന്നെ ബിസിനസ്സിലാണെങ്കിൽ കുറച്ചും കൂടി സെറ്റപ്പ് ഉണ്ടാവും. പിന്നെ ഫ്ലൈറ്റും ഇതൊക്കെ അതിനനുസരിച്ച് കുറച്ചും കൂടി ലക്ഷറി ടൈപ്പ് ആക്കിയിട്ട് അതിൽ കൊണ്ടുവരാം, ആ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ മീൽസ് നമുക്ക് 2 ഓപ്ഷൻ അങ്ങനെ എന്തോ ഉണ്ടാവും. പിന്നെ ഈ ഡൊമസ്റ്റിക്കിൽ എത്രത്തോളം ഉണ്ടാവില്ല, ഓരോ ടൈമിനനുസരിച്ചായിരിക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെന്താ, സ്ക്രീന് അവിടെ പോയി ഇവിടെ നമുക്ക് വെച്ചിട്ട് പ്ലേറ്റ് എന്താ പറയുക, ടേബിൾ പോലെ ആക്കാൻ. പിന്നെ സീറ്റ് നമുക്ക് കുറേ അഡ്ജസ്റ്റ് ആക്കാം. അങ്ങനെ ഓരോന്നും കുറേ അഡ്ജസ്റ്റ് ആക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല സുഖമായിട്ട് കിടക്കാനൊക്കെ കഴിയും. മറ്റേത് നമുക്ക് കാലൊക്കെ ഇങ്ങനെ ചുരുക്കി വെക്കും, ഭയങ്കര കുറേ നേരക്കുള്ള ഭയങ്കര പ്രയാസം. ഇതൊക്കെ തന്നെ 1 മണിക്കൂറൊക്കെ യാത്ര ഉള്ളൂ, പിന്നെ അതൊന്നും കുഴപ്പമില്ല. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഡേറ്റ്സ് ഈത്തപ്പഴ ജ്യൂസ്. പിന്നെ ടി വി ഇതിലൂടെ ഇരുന്ന് തന്നെ ഇതിലാണ് വരാൻ തോന്നുന്നുണ്ട്, ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കയറും. പിന്നെ അതിന് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറഞ്ഞ് ഈ സാധനം കിട്ടും, റിമോട്ട് പോലെ. മറ്റേ വയർഡാണ്. അപ്പോൾ നമുക്കതിൽ നമുക്ക് ഇത് കിട്ടും,
ലൊക്കേഷൻ എവിടെ എത്തി എന്നുള്ളതും എത്ര ബാക്കിയുണ്ടെന്നുള്ളതും അതിൻ്റെ ആറ്റിറ്റ്യൂഡും എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് ടൈം വെതറ് പിന്നെ അതിൽ കുറച്ച് ചില ഖുറാന് പോലെ അതേപോലെ എന്താ കാർട്ടൂണൊക്കെ പോലെ സാധനങ്ങൾ കാർട്ടൂൺ ഉണ്ടാവും ഖുറാൻ നമുക്ക് ഓതാൻ പറ്റും ചില ബുക്സുകളൊക്കെ ഉണ്ടാവും മനസ്സിലാക്കാൻ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ടി വിയിലെ സെറ്റപ്പാണ്. ഹെഡ്സെറ്റ് പിന്നെ അത്ര സെറ്റപ്പ് ഒന്നും കേട്ടോ, അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഒരു ബിസിനസ് ക്ലാസ്സിലെ സെറ്റപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ്. هذه كوب هيك الله شيخ. هذه كوب ما شاء الله حلو والله. ഇത് പല കളറാണ് കേട്ടോ ഈ കൂബ് പല. ഓക്കെ റൈസൊക്കെ പിന്നെ ഇതിൽ 2-3 ഐറ്റം പല കളറുണ്ട്, നല്ല രസമാട്ടോ. സലാം പറഞ്ഞ് ഇനി വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ എടുക്കുമ്പോൾ തവക്കലിനല്ല പറഞ്ഞോണ്ടി. ഓക്കെ തവക്കൽ بس من توكلنا على الله فلا تجد بزيد فرتك ثانك يو. ايوه توكلنا على الله. بسم الله توكلنا على الله. لا പറഞ്ഞത് അപ്പോൾ വണ്ടി എടുക്കാണ് ഞാൻ ഓഫാക്കി.